ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് റംദാൻ സ്പെഷ്യലായിട്ട് നല്ല രുചിയിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ഹലീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ പരിപ്പും ബസ്മതി റൈസും നുറുക്ക് ഗോതമ്പും ബദാം പരിപ്പും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ 2.5 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ്, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 3/4 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂൺ മസൂർ ദാൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 6 ബദാമും എടുക്കണം. നിങ്ങളുടെ ബാർലി ഉണ്ടെങ്കിൽ അത് 1/2 ടേബിൾ സ്പൂണും കൂടെ എടുക്കാം. ഇനി ഈ പരിപ്പും അരിയും എല്ലാം കൂടെ നല്ലവട്ടൊന്ന് കഴുകിയിട്ട് ഒരു 5-6 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കുതിർക്കണം. പറ്റിയ 5-6 മണിക്കൂർ കുതിർക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കുതിർത്ത് വെച്ചേക്കുവത്. ഇതിപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുതിർക്കുമ്പോൾ നല്ല വെള്ളത്തിൽ വേണം വെക്കാൻ. അതായത് കഴുകി കഴിഞ്ഞിട്ട് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വെക്കണം. ഈ വെള്ളത്തോടു കൂടി വേണം വേവിക്കാൻ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നേരം വെച്ചേക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് വേവണം, നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം 30 മിനിറ്റ് നേരം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ മാഷർ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പം ഞാൻ ഇതിനു വേണ്ടി 250 ഗ്രാം മട്ടൺ എടുത്തത്. ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മട്ടൺ മേടിക്കുമ്പോൾ ഫാറ്റോട് കൂടിയുള്ള മട്ടൺ വേണം എടുക്കാൻ, എങ്കിലായിരിക്കും നല്ല ടേസ്റ്റ്. ഇപ്പോൾ കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, 50 ml. അതുപോലെ 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിൽ ഒരു സവാള എരിഞ്ഞിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ മീഡിയം സൈസിൽ ഒരു സവാള എരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും. ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മട്ടൺ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വരുന്ന പോലെ പുതിന ഇല, അതുപോലെ 2 ടേബിൾ സ്പൂൺ വരുന്ന പോലെ മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരമൊക്കെ മതി. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1/2 കിലോ വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അതുപോലെ 1 കിലോ എടുക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടിയെടുക്കണം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം, അത് 500 ml വെള്ളം. 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നേരം ഇട്ടേക്കണം. ഈ മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം, നല്ലതായിട്ട് ഉടഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ രീതിയിൽ വേവണം. ഇപ്പം മട്ടനൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മാഷർ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയും നല്ലതായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചില്ലേ പരിപ്പും എല്ലാം കൂടെ, അത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 അടുപ്പിലായിട്ട് വേവിക്കാം, അപ്പോൾ പെട്ടെന്നാവും. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫിൽ തന്നെ കിടക്കുന്നത്. ഇനി ഇതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയില്ല, അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1.5 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം, ലോ ഫ്ലെയിമിൽ വെക്കാം, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ മാഷ് ചെയ്യാനുണ്ട്, അപ്പോഴേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കണം, പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ട് സൈഡൊക്കെ ചെറുതായിട്ടൊരു തിള വരുന്ന പോലുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഷാജീരകവും ചെറിയൊരു പീസ് പട്ടയും 1 ഏലക്കയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയും തിരിച്ചും ആ മാഷർ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം, അപ്പോഴതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഫ്ലെയിം ഓണിൽ തന്നെ എപ്പോഴും. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവണം. ഒരുപാടങ്ങ് കട്ടിയാക്കരുത്, എന്നാൽ ഒരുപാട് ലൂസും ആക്കരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും, അതുവരെ ഒന്ന് വെച്ചേക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചായിരുന്നു. ചെറുതായിട്ടൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം ഇരിക്കാൻ. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷായത്. റെസ്റ്റോറൻറ്റിലൊക്കെ നിറയെ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ദമ്മൊക്കെ ഇട്ട് 7-8 മണിക്കൂർ നേരം സമയമെടുത്ത് ചെയ്യുന്നൊരു ഡിഷായത്. അപ്പോൾ നമ്മൾ വീട്ടിലിത് കുക്കറിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്ത് കാണിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല റിച്ചായിട്ടും ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ ഹലീം ഇത്. ഈ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കാഷ്നട്ടും ഫ്രൈ ചെയ്തത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ലെമൺ പീസ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കണം. അപ്പോൾ ഇത് കഴിക്കേണ്ടത് ആദ്യമേ ലെമൺ ഒന്ന് പിഴിയണം. ലൈറ്റായിട്ട് ലെമൺ പിഴിഞ്ഞിട്ട് എന്നിട്ട് ഈ ഫ്രൈഡ് ഒനിയനും കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. ഫ്രൈഡ് ഒനിയനും കുറച്ച് മല്ലിയിലയും കാഷ്നട്ടും എല്ലാം കൂടെ ചേർത്ത് കഴിക്കണം. കാഷ്നട്ട് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.